ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് റംബൂട്ടാൻ്റെ അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ എല്ലാ അച്ചാറിനും ഇടുന്ന പോലെ തന്നെ നല്ലെണ്ണ ഒഴിച്ചു, കടുകും ഉലുവായും പൊട്ടിച്ചു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ അച്ചാറിനും നമ്മൾ ഈ ഫസ്റ്റിലത്തെ ഈ സെയിം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോന്നിനും മസാലയ്ക്ക് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അപ്പം നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. രാവിലെ ഇവിടെ പൂവൻ കോഴി സമ്മതിക്കുന്നില്ല. അപ്പം നല്ലപോലെ വഴറ്റിയെടുക്കുവാണ്. ഇത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതാകാനുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മസാലകളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ കോഴി അപ്പോൾ ഇന്ന് റംബൂട്ടാൻ അച്ചാറാകട്ടോ ഇടുന്നത്. അപ്പോൾ റംബൂട്ടാൻ നമുക്ക് ഒരിടത്തുനിന്ന് കിട്ടിയായിരുന്നേ. അപ്പം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ മുതൽ അത് ഇരുന്ന് ക്ലീൻ ചെയ്തായിരുന്നു മെയിനായിട്ടുള്ള ജോലി. അപ്പോൾ ഇന്ന് നമുക്ക് 3 അച്ചാർ ഇടാനുണ്ടായിരുന്നു. റംബൂട്ടാനും വെളുത്തുള്ളിയും മാങ്ങായും ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം റംബൂട്ടാനും മാങ്ങായും ഞാൻ ഗ്യാസിലാണ് വെച്ചത്. വെളുത്തുള്ളി ഞാൻ അടുപ്പത്താണ് വെച്ചത്. വെളുത്തുള്ളി കുറച്ച് ഏറെ ഉണ്ടായിരുന്നു. എല്ലാവരും വെളുത്തുള്ളിയാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയുമാണ്. നമ്മൾ വില പറയുമ്പോഴത്തേക്കും മുഖം ചുളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. നല്ലെണ്ണയ്ക്കൊക്കെ ആണെങ്കിലും 250 രൂപ ഒരു ലിറ്ററിന്. അപ്പം നമുക്കും മുതലാകണ്ടേ, ഗ്യാസിൻ്റെ പൈസയിലും കിട്ടണമല്ലോ. അപ്പം മാങ്ങായ്ക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം വിലയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ റംബൂട്ടാൻ കഴുകി വെച്ചായിരുന്നു. രാവിലെ റംബൂട്ടാൻ റെഡിയാക്കി കഴുകി വാരി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ റംബൂട്ടാനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തേ. ഈ കോഴി സമ്മതിക്കുന്നില്ല. എന്നിട്ട് നല്ലതുപോലെ വഴറ്റുക. ഇതിനകത്തൊന്നും ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ അംശം ഇതിനകത്തൊന്നും കാണാൻ പാടില്ല. വെള്ളം ചേർന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ സാധനം അഴുക്കായിപ്പോവും. കാരണം നമ്മളിതിനകത്ത് വേറൊന്നും ചേർക്കുന്നില്ലല്ലോ അഴുക്കാകാതിരിക്കാനൊന്നും. അപ്പം റംബൂട്ടാൻ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. റംബൂട്ടാൻ അച്ചാറിനല്ലെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ബാക്കിയുള്ള അച്ചാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ റംബൂട്ടാൻ കേട്ടോ. കാരണം ഭയങ്കര ടേസ്റ്റാണ് റംബൂട്ടാൻ അച്ചാറിനെ. ഈ കോഴി സമ്മതിക്കത്തില്ല കേട്ടോ. ഈ കോഴി എപ്പം എഡിറ്റ് ചെയ്യാനിരുന്നാലും വോയിസ് കൊടുക്കാനിരുന്നാലും ഇത് തന്നെ ഈ കോഴിക്ക് പണി. അപ്പം റംബൂട്ടാനെല്ലാം ഇട്ട് കൊടുത്ത് അത് ഞാൻ നല്ലതുപോലെ വഴറ്റി കൊടുത്തു കേട്ടോ. അപ്പം ബാക്കിയുള്ള അച്ചാറിലേക്ക് ഇടാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചേക്കുക കേട്ടോ. അത് റംബൂട്ടാൻ ഒന്ന് തിളച്ച് വരുന്നുണ്ടേ. അപ്പം റംബൂട്ടാൻ അച്ചാർ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തു. കൊറിയറായിട്ടാണല്ലോ അയച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് റംബൂട്ടാൻ അച്ചാർ ഏകദേശം അച്ചാർ സൂപ്പറാണ്. നല്ല അച്ചാറായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കൂട്ടി ഇപ്പൊ ചോറുണ്ട്. വേറെ കറിയൊന്നും എടുക്കുകയല്ല. നല്ലതായിരുന്നു. അവിടെ നമ്മുടെ 2 ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാ അച്ചാറും കഴിച്ചു നോക്കി. നാരങ്ങയൊക്കെ നല്ലതാണെന്ന് എല്ലാരും പറഞ്ഞു കേട്ടോ. നല്ല അച്ചാറാ കേട്ടോ. മാഷാഅല്ലാഹ്, സൂപ്പർ അച്ചാറാട്ടോ. അമ്മച്ചിയും കൊച്ചും ഒക്കെ എടുത്തെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നല്ല ഇതാണ് കേട്ടോ.